നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ, നമ്മൾ എന്ത് ഫോളോ ചെയ്യുന്നുവോ, അതാണ് നമ്മൾ. ഇങ്ങനെ ഒരു ചൊല്ലുണ്ട്. നമ്മൾ എത്രയൊക്കെ അസ്തിത്വം ഒളിപ്പിച്ചു വെച്ചാലും നമ്മുടെ നാവിൽ നിന്നും അറിയാതെ എന്താണ് നമ്മളിൽ അടങ്ങിയിരിക്കുന്നതെന്ന് പുറത്തു വരുമെന്ന് സാരം. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ച് ഓർത്തപ്പോൾ ചുമ്മാ ഇതൊന്ന് ഓർമ്മയിൽ വന്നതാ. അദ്ദേഹം ഈയിടെ ഫ്രഞ്ച് തുറമുഖ നഗരം മാർസി സന്ദർശിക്കവേ ഗാന്ധി വധക്കേസിൽ പ്രതിയായിരുന്ന ഹിന്ദു സഭാ നേതാവ് വി സവർക്കറെ പ്രകീർത്തിച്ച് പറയുകയുണ്ടായി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ മാർസയ്ക്ക് സവിശേഷ സ്ഥാനമുണ്ട്. ഇവിടെ വെച്ചാണ് സവർക്കർ രക്ഷപ്പെടാൻ ശ്രമിച്ചത്. അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർക്ക് കൈമാറരുത് എന്നാവശ്യപ്പെട്ട മാർസി നിവാസികൾക്ക് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. വീർ സവർക്കറുടെ ധീരത തലമുറകളെ പ്രചോദിപ്പിക്കുന്നു എന്നായിരുന്നു കുറിപ്പ്. ഫ്രാൻസ് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനൊപ്പമാണ് മോദി മാർസയിൽ എത്തിയത്. വീർ സവർക്കറുടെ എന്ത് ധീരതയാണ് പ്രിയപ്പെട്ട പ്രധാനമന്ത്രി ഉദ്ദേശിച്ചത് എന്നുകൂടി വ്യക്തമാക്കിയാൽ നന്നായിരുന്നു. ചരിത്രം പറയുന്നത് ബ്രിട്ടീഷ് കപ്പൽ മൊറിയയിൽ 1910 ജൂലൈയിൽ വിചാരണയ്ക്കായി ഇന്ത്യയിലേക്ക് കൊണ്ടുവരവെയാണ് സവർക്കർ കപ്പലിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചത്. പക്ഷേ ഉടൻ തന്നെ പിടിയിലാവുകയാണ് ഉണ്ടായത്. ശേഷം സവർക്കറെ ഇന്ത്യയിൽ എത്തിച്ച് ജീവപര്യന്തം തടവ് വിധിച്ച് ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ സെല്ലുലാർ ജയിലിൽ അടച്ചു. അവിടെ വെച്ചാണ് മോചനത്തിനായി യാചിച്ച് ബ്രിട്ടീഷ് ഭരണാധികാരികൾക്ക് അദ്ദേഹം മാപ്പപേക്ഷ കത്തുകൾ അയച്ചത്. ഇന്ത്യയെ മൊത്തത്തിൽ നാണം കെടുത്തുന്ന പ്രവൃത്തിയാണ് സവർക്കർ ചെയ്തത്. ഒരു പൊതുപ്രവർത്തകൻ, അതും സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുക്കുമ്പോൾ സ്വാർത്ഥലാഭം മാത്രം നോക്കുന്നു എന്നത് സ്വാതന്ത്ര്യം നിഷേധിക്കുന്നതിനേക്കാൾ തെറ്റാണെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. എന്റെ ചെറിയ അറിവിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചു പിടിയിലായ സമയത്ത് ബ്രിട്ടീഷ് ഭരണാധികാരികൾക്ക് വേണ്ടി നിലകൊണ്ട് അവരുടെ ഷൂ വരെ നക്കിയിട്ടുള്ള ഒരു ഭീരു മാത്രമാണ് സവർക്കർ. അതുവരെയും ബ്രിട്ടീഷുകാർക്കെതിരെ നിലകൊണ്ട് ഒടുക്കം അവർ കൊല്ലുമെന്നായപ്പോൾ സ്വയം ജീവനൊടുക്കിയ കേരളവർമ്മ പഴശ്ശിരാജയെ പോലും അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളപ്പോഴാണ് ഇങ്ങനെ ഒരാൾ. സ്വാതന്ത്ര്യത്തിന് വേണ്ടി തന്റെ സർവവും ത്യജിച്ച് ഇഷ്ടം പോലെ ധീരസേനാനികൾ ഉള്ളപ്പോഴാണ് തന്റെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി മാപ്പ് എഴുതി കൊടുത്ത് അടിയറവ് പറഞ്ഞ ഒരാളിനെ നമ്മുടെ രാജ്യത്തിന്റെ ഒരു പ്രധാനമന്ത്രി മറ്റു രാജ്യത്ത് പോയി അങ്ങേര് ഗ്രേറ്റ് ആണെന്ന് പറയുന്നത്. തിന്നുന്ന ചോറിന്റെ നന്ദി കാണിക്കലാവാം ഇത്. എന്നാലും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇത്തിരിയെങ്കിലും ഉളുപ്പ് തോന്നുന്നില്ലേ എന്നാണ് എന്റെ സംശയം. ഒരു സാധാരണ ജനപ്രതിനിധി നടത്തുന്ന കവലപ്രസംഗം പോലെയല്ലല്ലോ ഇത്. ഇദ്ദേഹം ഒരു പ്രധാനമന്ത്രിയല്ലേ. ഒരു പക്ഷേ വരും തലമുറ പോലും റോൾ മോഡലായി കാണേണ്ട ആളാണ്. ഇത്തരത്തിലുള്ള തരം താണ പ്രവൃത്തികൾ ചെയ്യുന്നത് എന്നതാണ് ഏറ്റവും അതിശയകരമായ കാര്യം. മരണം വരെയും പറഞ്ഞു പോയ വാക്കിന് വില കൊടുക്കുന്ന, വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തെ ഒറ്റുകൊടുക്കാത്ത മഹാന്മാർ ജീവിച്ച അതേ കാലയളവിലാണ് തക്ക സമയത്ത് കാലുമാറുന്ന സവർക്കറെ പോലെ ഒരാൾ ജീവിച്ചത്. അങ്ങേരെ പോലെ ഒരാളിനെ റോൾ മോഡൽ ആക്കുന്നത് കൊണ്ടാവാം ചരിത്രം ആവർത്തിക്കാൻ മോദിക്ക് ഇത്ര ത്വര. ഇങ്ങനെയാണ് മോദിയുടെ പോക്കെങ്കിൽ നാളെ ലോകം ഇങ്ങനെ വിലയിരുത്താൻ പോകുന്നത് ഏറ്റവും ഭീരുവായ പ്രധാനമന്ത്രി എന്നാവുമെന്ന് തീർച്ച.